ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെയാണ് അതിജീവിതയ്ക്കൊപ്പം അതിശക്തം നിലകൊള്ളാൻ വേണ്ടി വനിതാ കൂട്ടായ്മ WCC ആരംഭിക്കുന്നത്. ഈ WCC ശരിക്കും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ ആ നിവേദനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന രീതിയിലുള്ള നിലപാടെടുത്തതും അവസാനം ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചതും. എന്തായാലും അഭിപ്രായ ഭിന്നതകൾ ചിലതൊക്കെ ഈ WCCക്കകത്ത് കടന്നുകൂടിയിട്ടുണ്ടെങ്കിലും അതിജീവിതയ്ക്കൊപ്പം ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നു. ഫെബ്രുവരി 17 തൃശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേ ദേശീയപാത 47 അങ്കമാലിക്ക് സമീപമുള്ള അത്താണിയിൽ വെച്ചാണ് മലയാള സിനിമയിലെ പ്രശസ്തിയായ യുവനടിയെ ഒരു സംഘം പേർ തട്ടിക്കൊണ്ടുപോവുകയും വാഹനത്തിൽ പീഡിപ്പിക്കുകയും ചെയ്തത്. ആക്രമണ ദൃശ്യങ്ങൾ അക്രമികൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. ഫെബ്രുവരി 23 പോലീസ് പൾസർ സുനി അടക്കം 7 പേരെ അറസ്റ്റ് ചെയ്തു. അതിജീവിത കേസിൽ ഗൂഢാലോചന ആരോപിച്ചെങ്കിലും ഫെബ്രുവരി 26 മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസിൽ ഗൂഢാലോചന ഇല്ലെന്ന വാദം ഉയർത്തിയത് പ്രതിപക്ഷ പ്രതിഷേധം ക്ഷണിച്ചുവരുത്തി. അതേ തുടർന്ന് 2017 മെയ് 18 അതിജീവിതയെ പിന്തുണയ്ക്കാനായി അവരുടെ സുഹൃത്തുക്കളായ അഭിനേത്രികൾ ചേർന്ന് ദ വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. സംഘടന മുഖ്യമന്ത്രിയെ കണ്ട് കേസിൽ അതിവേഗ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. 2017 ജൂലൈ 10 കേസുമായി ബന്ധമുണ്ടെന്ന അന്വേഷണങ്ങളെ തുടർന്ന് നടൻ ദിലീപ് അറസ്റ്റിലാവുകയും 85 ദിവസത്തെ റിമാൻഡിന് ശേഷം 2017 ഒക്ടോബർ 3 ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു. 2017 നവംബർ 22 സമർപ്പിച്ച കുറ്റപത്രത്തിൽ 8ാം പ്രതിയായ ദിലീപ് അടക്കം 12 പേരാണുള്ളത്. ദിലീപിന്റെ മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യരാണ് മുഖ്യ സാക്ഷി. ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അമ്മ സംഘടനയുടെ നിലപാട് നടിക്കൊപ്പമായിരുന്നില്ല എന്നതും വിമർശനങ്ങൾക്കിടയാക്കി. WCC മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തെ തുടർന്നാണ് ചലച്ചിത്ര രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത്. അതിനിടെ പല സമയങ്ങളിലും WCCയുടെ പിന്തുണയോടെ പല തുറന്നു പറച്ചിലുകളും ഉണ്ടായി. 2018 നടൻ മുകേഷിനെതിരെ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫിന്റെ B2 ആരോപണം. അലൻസിനെതിരെ നടി ദിവ്യ ഗോപിനാഥ് രംഗത്ത് വന്നത്. നടൻ വിനായകനെതിരെ ദളിത് ആക്ടിവിസ്റ്റും സാമൂഹിക പ്രവർത്തകയുമായ യുവതി ലൈംഗികാരോപണം ഉന്നയിച്ച സംഭവം. പടവെട്ടെന്ന സിനിമയുടെ സംവിധായകൻ ലിജു കൃഷ്ണയ്ക്കെതിരെ വന്ന പീഡന കേസ്. വ്യാജ വാഗ്ദാനം നൽകി പുതുമുഖ നടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ നടനും നിർമ്മാതാവുമായ വിജയബാബുവിനെതിരെയുള്ള കേസ് പോലുള്ളവ ഉദാഹരണം. അതിജീവിതയ്ക്കൊപ്പം അതിശക്തമായ WCC നിലകൊണ്ടുവെങ്കിലും സംഘടനക്കുള്ളിലെ ഭിന്നതകൾ പലതും മറനീക്കി പുറത്തുവന്നു. ദിലീപിനെ അമ്മയിൽ തിരിച്ചെടുത്തതിനെ തുടർന്ന് അമ്മയിൽ നിന്നും റീമാ കല്ലിങ്കിലും രമ്യ നമ്പീഷിനും ഗീതു മോഹൻദാസും അതിജീവിതയും രാജിവെച്ചെങ്കിലും WCCയിലെ മറ്റു ചില അംഗങ്ങൾ തുടർന്നു. WCC അംഗമായതിന്റെ പേരിൽ സിനിമകളിൽ അവസരങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ചില താരങ്ങൾ സംഘടനയിൽ നിന്ന് മാറിയെങ്കിലും മറ്റു ചിലർ അഭിപ്രായ ഭിന്നതകളെ തുടർന്നാണ് ഒഴിഞ്ഞത്. എന്നിരുന്നാലും അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന കാര്യത്തിൽ ഇപ്പോഴും WCC അംഗങ്ങൾ ഒറ്റക്കെട്ടാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണ വിധേയരായവർക്കെതിരെ നടപടി വേണമെന്ന അഭിപ്രായം തന്നെയാണ് WCCക്കുള്ളത്. റിസർച്ച് ഡെസ്ക് 24. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടുതൽ കേരളത്തിന് പുറത്തും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ആന്ധ്രയിലേക്കും ഒക്കെ ഹേമ കമ്മിറ്റിയുടെ റിഫ്ലക്ഷൻസ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഇനി അടുത്ത നടപടി എന്താവും? ഈ പോക്സോ കേസ് ആരോപണമുള്ള ആളുകളെ ശിക്ഷിക്കുമോ, ചില ആളുകളെ തുറുങ്കിലടയ്ക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ സിനിമാ ലോകത്തും പുറത്തും കാര്യമായി നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചില പ്രതികരണങ്ങൾ ജനങ്ങളോട് ആരാഞ്ഞു. അവർ മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടണം. കാരണം സ്ത്രീകളെ സംരക്ഷിക്കുന്നു സർക്കാർ പറയുകയും അവരെ സംരക്ഷിക്കാതെ അവർക്ക് യഥാർത്ഥ പ്രതികൾക്ക് കൂട്ടുനിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരിക്കലും ശരിയായൊരു നടപടിയാണെന്ന് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ ഏതൊരു കാര്യം എടുത്താലും നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്, നീതി ജയിക്കണം എന്നുള്ളതാണ്. പക്ഷേ എത്ര പെർസെൻറ്റേജ് കാര്യങ്ങളിലൂടെ അത്രയും സത്യസന്ധമായി നടക്കാറുണ്ട്. ഇത് മാത്രമല്ല ഞാൻ പറയുന്നത്, ഏത് കാര്യമാണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. ആരായാലും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. അതിപ്പോൾ മീഡിയയിലാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. ഇപ്പോൾ കുറ്റം ആരോപിച്ചിട്ടല്ലേ ഉള്ളൂ, തെളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥാനം രാജിവെക്കണം. അല്ലാതെ ഒരു കുറ്റം ആരോപിച്ചു എന്ന് പറഞ്ഞിട്ട് രാജിവെക്കണം എന്ന് പറയുന്നില്ല. അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം, അവർക്ക് വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കണം. സ്ത്രീകൾക്ക് ഉള്ള ഈ പീഡനത്തിന് എതിരായിട്ട് എന്തായാലും ശിക്ഷിക്കപ്പെടണം.
സമദർശിയിൽ നിന്ന് ഒരു സന്ദേശം വന്നിരിക്കുന്നു. സിനിമാക്കാർ സ്ത്രീകളോട് കാട്ടിയതിനെ നിങ്ങൾ ആത്മാർത്ഥമായി എതിർക്കുന്നുവെങ്കിൽ വരുന്ന ഓണത്തിന് ഒരു നടനെയും ഫ്ലോറിൽ കാണരുത്, പരിപാടിയിൽ ഉൾപ്പെടുത്തരുത്. നമ്മളെല്ലാവരും കുറ്റക്കാരാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോകാനേ കഴിയില്ല. ഇങ്ങനെയുള്ള പരാതികളൊക്കെ വരികയും ആരോപണ വിധേയരാകുകയും ചെയ്ത ആരെയും നമ്മൾ പരിപാടികളിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ അവരെയൊക്കെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ കരിയറിനോട് ചെയ്യുന്ന നീതികേടാണെന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് മോഹൻലാലിനെ പോലെയുള്ള ആളുകൾ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ അതിൻ്റെ ഫിനാലെ തിരുവോണ ദിനത്തിലാണ്. ആ തിരുവോണ ദിനം മുഴുവനും മോഹൻലാൽ നമുക്കൊപ്പം ഉണ്ടാകും.